പറയുന്നത് പോലെ തന്നെ മഹാരാജ്യമാണ് നമ്മുടെ ഭാരതം. 28 സ്റ്റേറ്റ് മൈനത്ത് യൂണിയൻ ടെറിട്ടറീസും ഒക്കെ ഉള്ള ഒരു മഹാരാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെക്കൻഡ് പോപ്പുലേഷൻ ഓഫ് വേൾഡ് ആണ് നമ്മുടെ രാജ്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് എല്ലാ സ്റ്റേറ്റിലും, നമ്മുടെ ഈ 28 സ്റ്റേറ്റിനകത്തും പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് പൈസ, ഒരുപാട് കോടികൾ നമ്മൾ റോക്കറ്റ് വിക്ഷേപിച്ച് ബഹിരാകാശത്തേക്ക് വിട്ട് കളിക്കുന്നു. അതുപോലെ സാറ്റലൈറ്റ് ഒരുപാട് അവിടെ കിടന്ന് കറങ്ങുന്നു നമ്മുടെ സാറ്റലൈറ്റുകൾ. പിന്നെ അതുപോലെ ഡിഫൻസ് സെക്യൂരിറ്റി കണ്ടമാനം കോടികൾ നമ്മൾ ചിലവാക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പാവങ്ങൾക്ക് നമുക്ക് കൊടുത്തുകൂടെ പൈസ എന്നൊക്കെ. ഇതാണ് നമ്മുടെ മിക്കവാറുള്ളവരുടെയൊക്കെ ചിന്ത. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ചിന്ത ഇതൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെയും ചിന്ത പണ്ടിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് മാറി ചിന്തിച്ചു. കാരണം എന്താണെന്നറിയോ, മാറി ചിന്തിക്കാനുള്ള ഒരു ഇട വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരം വന്നു കഴിഞ്ഞാൽ അതുപോലെ വേറൊരു രാജ്യം നമ്മളെ പിടിച്ചടക്കി വെച്ചിട്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്ത് നമ്മളെ ഭരിക്കുവാണെങ്കിൽ, നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം കളഞ്ഞിട്ട് ഭരിക്കുവാണെങ്കിൽ, ഞാനോ അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ഒരു മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ഒരു സുഭാഷ് ചന്ദ്രബോസോ ആയി മുമ്പോട്ട് വരുമോ ഈ ആൾക്കാരെ എല്ലാം ഏതെങ്കിലും രീതിയിൽ ഇവിടുന്ന് ഓടിക്കാൻ? ഒരിക്കലും വരത്തില്ല. അവിടെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യം വരുന്നത്. നമ്മളെപ്പോഴും ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി ഡിഫൻസിന് പൈസ ചിലവാക്കാൻ നമുക്ക് പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഡിഫൻസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ സെക്യൂർഡായിട്ട് നമ്മളിവിടെ ശ്വസിച്ച് ജീവിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും